എന്താടാ വിളിച്ചു കൂവുന്നേ? രണ്ട് ചുണക്കുട്ടികൾ കിഴക്കെടുത്ത് കയറി തെറി കൊണ്ട് അഭിഷേകം നടത്തുന്നു. നല്ല വെറൈറ്റി തെറികൾ. വാ എന്ത് തല്ലിപ്പിളി പാട്ട്. നമസ്കാരം. എന്തൊരു തൊലിഞ്ഞ പാട്ടല്ലേ. ഞാൻ 10 പറയണമെന്ന് വിചാരിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. ഞാൻ ഇവിടെ എന്താ പറയാ, മലയാളത്തിന്റെ മഹാനടനായിട്ട് പ്രിയപ്പെട്ട മോഹൻലാലിന് ഇയാൾക്ക് എന്തിന്റെ കുത്തിക്കഴപ്പാ? നിങ്ങൾ എടാ സ്റ്റാനിസ്ലാവ്സ്കി, ഇത് വെറും തുടക്കമാണ്. ബാക്കി നീ അറിയാൻ പോകുന്നതേ ഉള്ളൂ. ദയവേദി എന്നെ അവരുടെ മുന്നിലിട്ട് നാറ്റിക്കരുത്. കേരളത്തിലെ കലാരംഗത്തിന്റെ ഐക്കണായിട്ട് നിൽക്കേണ്ട മോഹൻലാല് ഇതുപോലൊരു കോണത്തിലെ പരിപാടിക്ക് പോയിട്ട് തലവെച്ച് കൊടുത്ത് ഇയാൾക്ക് എന്തിന്റെ കുത്തിക്കഴപ്പാ? ചേട്ടാ അവമാനിക്കരുത്. ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. ഇയാൾക്ക് ഇപ്പൊ എന്താ വേണം? വല്ലാത്ത കഷ്ടം തോന്നുവാണ് ബഹുമാനപ്പെട്ട മോഹൻലാൽ സാർ. മനുഷ്യനായ കുറച്ച് മാന്യതയൊക്കെ വേണം. താങ്കൾ എന്താണ് മലയാളികൾക്ക് കൊടുക്കുന്നത്? ഗതികേട്ടിന് എനിക്ക് കുറച്ച് കാശിന് ആവശ്യമായി പോയി. പണം കിട്ടിക്കഴിഞ്ഞാൽ എന്തും ചെയ്യാം. പൈസ കിട്ടിയ നീ എന്തും ചെയ്യോടാ? ചെയ്യില്ല. ചെയ്യാമോ? ചെയ്യണമോ? ഒരു പ്രശ്നവുമില്ല, ഒരു കമ്മിറ്റ്മെന്റും ഇല്ല എന്നുള്ള രീതിയിൽ അങ്ങീ കാണിക്കുന്ന അവസ്ഥ എനിക്ക് തോന്നിയിട്ടില്ല. എന്നാ എനിക്ക് അങ്ങനെ തോന്നി. കണ്ടുപഠിക്കണം മറ്റു നടന്മാരെ കേട്ടോ. അഭിനയം മാത്രം ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ല. അവന്റെ കർണക്കുറ്റി നോക്കി ഒരു ഒറ്റ പൊട്ടീര് കൊടുക്കാൻ തോന്നി എനിക്ക്. എന്റെ സമയം അല്പം മോശം, അതുകൊണ്ട് ഞാൻ ഒന്നും ചെയ്യുന്നില്ല. ഇച്ചിരി കഴപ്പ് കുറയ്ക്കണം. മമ്മൂട്ടിയെ പോലെയുള്ള മഹാനടന്മാരൊക്കെ ഉണ്ട്, അവർ ഈ കഴപ്പിന് പോകത്തില്ല. നല്ല കുടുംബത്തിൽ പിറന്നവരാണെന്ന് തോന്നുന്നു. സംസ്കാരമുള്ള ഭാഷ. ഏഷ്യാനാണോ കഴപ്പ്, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്കാണോ കഴപ്പ്, പ്രിയപ്പെട്ട മോഹൻലാലിനാണോ കഴപ്പ് എന്നുള്ള കാര്യം നമുക്ക് ഇപ്പോഴും സംശയമാണ്. കുറച്ചുകൂടെ മാന്യതയോടെ സംസാരിക്കണം. ഞാനൊരു സെലിബ്രിറ്റിയാണ്, അത് ഓർമ്മ വേണം. പറയുന്നില്ല, കുറച്ച പരിപാടി, അതാണ് ബിഗ് ബോസ്. നമ്മളെന്താ ഈ മനുഷ്യനെ നേരത്തെ കണ്ടുമുട്ടായിരുന്നത്? എല്ലാ കാര്യത്തിനും അതിൻ്റെതായ ഒരു സമയമുണ്ട് ദാസ. തിന്നിട്ട് എല്ലിന്റെ ഇടയിലോട്ട് കുത്തിക്കേറിയിട്ട് കഴപ്പ് കൂടിയ കുറെ ആണുങ്ങളും പെണ്ണുങ്ങളും കാണിക്കുന്ന ഒരു തൊലിഞ്ഞ പരിപാടി. സൂക്ഷിച്ച് സംസാരിക്കണം. എടാ പോടാന്നൊക്കെയുള്ള വിളിയുണ്ടല്ലോ, സ്വന്തം വീട്ടിൽ പോയി വിളിച്ചാൽ മതി. ഫോൺ വീഡിയോയിൽ അഭിനയിക്കുന്ന വാലന്റീന നാപ്പിക്കും ഡാനിയൽസിനും മിയ ഖലീഫയ്ക്കും കാണും സാർ നിങ്ങളെക്കാളൊക്കെ നാണവും മാനവും. എന്ത് ബിഗ് ബോസ് ആണ് സാർ. കുത്തിക്കഴപ്പിന്റെ കൂട്ട വിളയാട്ടം എന്നല്ലാതെ എന്താണ് സാർ അതിനെ പറയേണ്ടത്? ആരോട് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു? ഒളിഞ്ഞു നോട്ടത്തിന്റെ പ്രാകൃത വിനോദം എന്നല്ലാതെ അതിനെ എന്താണ് സാർ വിളിക്കേണ്ടത്? എന്ത് കോണത്തിലെ പരിപാടിയാണ് സാർ ഇത്? എനിക്കറിയില്ല ബിഗ് ബോസ് ഒരു സാധാരണക്കാരന് പകർന്നു നൽകുന്ന എന്ത് മൂല്യമാണെന്നുള്ളത്. സാറിന്റെ പണി നോക്ക്, എന്റെ പണി ഞാൻ നോക്കിക്കൊള്ളാം. അതിന്റെ ഇടയിൽ കയറി ഉണ്ടാക്കാൻ വരരുത്.